അണയുവിൻ യുവജനമേ, ഒരു മനമോടെ ഒരു ജനമായി ഒരുമയോടെ യൂത്ത് ഫോർ ക്രൈസ്റ്റ്. അണയുവിൻ 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 യുവജനമേ, ഒരുങ്ങുവിൻ 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 യുവജനമേ. എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ച ഒരു വാക്യമുണ്ട്, എൻ്റെ ഹൃദയത്തിൽ കയറിക്കൊണ്ട ഒരു വാക്യമുണ്ട്. യുവർ ലക്ഷറി ഈസ് ദ പോവർട്ടി ഓഫ് യുവർ നെയ്ബർ. നിന്റെ ആഡംബരം അപരൻ്റെ ദാരിദ്ര്യം, നിന്റെ സഹോദരൻ്റെ ദാരിദ്ര്യമാണ്, നിന്റെ അയൽക്കാരൻ്റെ ദാരിദ്ര്യമാണ്. നിന്റെ ആഡംബരം നിന്റെ അയൽക്കാരൻ്റെ ദാരിദ്ര്യമാണ്. യുവർ ലക്ഷറി ഈസ് ദ പോവർട്ടി ഓഫ് യുവർ നെയ്ബർ. നമുക്ക് പകർന്നു കിട്ടുന്ന സ്നേഹം നമ്മൾ ധൂർത്തപുത്രനെ പോലെ കളഞ്ഞു കുളിക്കാനാണ് തീരുമാനമെങ്കിൽ അത് അപരൻ്റെ ദാരിദ്ര്യമായി മാറും. മക്കളെ, ഈ പ്രാർത്ഥനയൊക്കെ നമുക്ക് കിട്ടിയിട്ട് ഇവിടെ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിട്ട് ഈ അനുഗ്രഹം വാങ്ങി നമ്മൾ പോയിട്ട് അത് നമ്മുടെ അയൽക്കാരനുമായിട്ട് പങ്കുവെച്ചില്ലെങ്കിൽ കർത്താവ് നമ്മളോട് ചോദിക്കും. അവിടെ നമ്മൾ ലക്ഷറിയസ് ആവരുത്, അവിടെ ആഡംബരം കാണിക്കരുത്, എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹം റിസർവ് ചെയ്ത് വെക്കരുത്. കൊടുക്കും തോറും ഏറിടുന്ന വിദ്യയെ പോലെ തന്നെ കൊടുക്കും തോറും ഏറിടുന്ന സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. അതുകൊണ്ടാണ് കാതങ്ങൾക്കും കിലോമീറ്ററുകൾക്കും അപ്പുറത്ത് നിന്ന് യാത്ര ചെയ്ത് പലരും ഇവിടെ വരുന്നത്. കാരണം കൊടുക്കും തോറും ആ സ്നേഹം കൂടിക്കൂടി വരും. കൊടുക്കും തോറും ആ സ്നേഹം ഹൃദയത്തിൽ വീണ്ടും ബബിള് ചെയ്ത് വരും. മക്കളെ, ആ പതഞ്ഞു നിറഞ്ഞുയരുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്, അല്ലാതെ പതഞ്ഞു നിറഞ്ഞുയരുന്ന കുപ്പിയിലെ വെറും മദ്യത്തിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്. ഈ സ്നേഹത്തിൽ ആശ്രയിച്ചാൽ, ഇത് പകർന്നു കൊടുത്താൽ, ഇത് പകർന്നു കൊടുക്കുന്നതിന് സുഖമറിഞ്ഞാൽ, ഇത് പകർന്നു കൊടുത്തുകൊണ്ട് അയൽക്കാരനെ ഈ സ്വാതന്ത്ര്യത്തിലേക്കും ഈ സ്നേഹത്തിലേക്കും നമ്മൾ ആനയിക്കുന്നെങ്കിൽ നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് മാറും. യേശുവിനെ പ്രതി ഇറങ്ങിത്തിരിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് 100 കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. 100 ഇരട്ടിയൊന്നും അല്ല കിട്ടിയത്. ഞാൻ അമ്മയെന്ന് പേരെടുത്ത് വിളിക്കുന്ന എത്ര പേരാണെന്നറിയാവോ? എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മാത്രം പ്രഭാത കൃത്യങ്ങൾ പോലും ചെയ്യുന്ന എത്ര അമ്മമാരുണ്ടെന്നറിയാവോ എനിക്ക്? എന്നെ മോനെ എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ ചെറിയൊരു ക്ഷീണത്തിന് പോലും എൻ്റെ അമ്മയോടൊപ്പം വേദനിക്കുന്ന എത്ര അമ്മമാരുണ്ടെന്ന് എനിക്ക് അറിയാമോ നിങ്ങൾക്ക്? ഇതൊരു മനുഷ്യൻ്റെ ജീവിത സാക്ഷിയോ? പച്ചയായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ തോമസ് കടുത്താനം എന്ന് പറഞ്ഞ അച്ഛൻ്റെ സാക്ഷ്യം. ഞാൻ എൻ്റെ അപ്പനെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ചപ്പോൾ എൻ്റെ അപ്പനെക്കാളും എന്നെ സ്നേഹിക്കുന്നെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്ന രീതിയിൽ അപ്പന്മാരെ ദൈവം എനിക്ക് തന്നു. കള്ളം പറയല്ല. നിങ്ങളുടെ മുമ്പ് നിന്ന് ഈ കുരിശിന് തിരുവോധത്തിന് മുമ്പ് നിന്ന് കള്ളം പറയേണ്ട കാര്യമില്ല. ഇവിടെയുള്ള എല്ലാ സമർപ്പിതരോടും ചോദിച്ചു നോക്കുക അവരുടെ ജീവിതങ്ങളിൽ അവർക്ക് എത്ര അപ്പന്മാരെയാണ് കിട്ടുന്നതെന്ന്. മക്കളെ, കൊതി തീർന്നു പോകും. നമുക്ക് മതി ഈശോയെ സ്നേഹിച്ചതെന്ന് പറഞ്ഞു പോകും. അതുപോലെ ഇഷ്ടം പോലെ ഉപേക്ഷിക്കുന്നതെല്ലാം നൽകുന്നവനവൻ. സഹോദരങ്ങൾ, എനിക്ക് വലിയ പരാതിയായിരുന്നു മക്കളെ. എനിക്ക് അനിയനും അനിയത്തിയില്ലെന്നും പറഞ്ഞ് ഞാൻ ഒത്തിരി വഴക്ക് പിടിക്കുമായിരുന്നു മമ്മിയോടും അച്ഛനോടും. എനിക്ക് അനിയനെയും അനിയത്തിയും വേണമെന്നും പറഞ്ഞ്. കാരണം എൻ്റെ കൂടെ കളിക്കാൻ ആരുമില്ല. എൻ്റെ ചേച്ചീനേക്കാളും 8 വയസ്സ് മൂത്തതാ. ഒറ്റയ്ക്കായി പലപ്പോഴും വീട്ടിൽ സങ്കടപ്പെട്ട് കർത്താവിനോട് കരഞ്ഞ് ചോദിച്ചിട്ടുണ്ട്, എനിക്കൊരു അനിയനെയോ അനിയത്തിയോ താ. എന്നും കൊച്ചു പിള്ളേരോട് എനിക്ക് സ്നേഹമായിരുന്നു. അതിന് കാരണം ഇത് മാത്രമാണ്. പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ കൊതി തീരുവോളം എനിക്ക് അനിയന്മാരെയും അനിയത്തിമാരെയും കിട്ടിയിട്ടുണ്ട്. എന്നെ ചേട്ടാ എന്ന് ഹൃദയം തുറന്ന് വിളിക്കുന്ന എത്ര പേരാണെന്നറിയോ എനിക്കുള്ളത്. മക്കളെ, ഇതാ കർത്താവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ചുള്ള ഗുണം. ഞാനിത് എൻ്റെ ജീവിതം പറയല്ല നിങ്ങളുടെ മുമ്പിൽ, മറിച്ച് കർത്താവിൻ്റെ കാൽപാദങ്ങളെ പിന്തുടരുന്ന, അവന് വേണ്ടി ജീവിതത്തിൽ എന്തെങ്കിലും ഉപേക്ഷിക്കുന്നതിൻ്റെ പ്രതിഫലമായത് 100 ഇരട്ടിയാണ് കിട്ടുന്നത്. എൻ്റെ കർത്താവിൻ്റെ പുറകെ ഞാൻ ഇറങ്ങിത്തിരിച്ചേ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഭൗതികമായിട്ട് പോലും ഒന്നിനും കുറവ് വന്നിട്ടില്ല മക്കളെ. കാരണം അത് അവൻ്റെ വാഗ്ദാനമാ. 100 ഇരട്ടി തരുമെന്ന്. സമാധാനം അത് ആദ്യം കിട്ടും. സന്തോഷം അതിൽ കൂടുതൽ കിട്ടും. ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകും. പക്ഷെ ഈ സന്തോഷം എടുത്തുകളയാൻ ആർക്കും പറ്റുകയില്ല. ഈ സമാധാനം എടുത്തുകളയാൻ ആർക്കും പറ്റുകയില്ല. അനുഗമിക്കാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് അവനെ? ഞാനൊരു കുഞ്ഞു ലോറൻസിൻ്റെ കാര്യം ഓർത്തു പോവുക. അത്ഭുതമാണ് എനിക്ക് ആ കഥ കേൾക്കുമ്പം. അല്ലാതെ സംഭവിച്ച കാര്യമാണ്. 10ാം നൂറ്റാണ്ടിൽ 13 വയസ്സേ ഉള്ളൂ ലോറൻസിന്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കുണ്ടാകുന്ന മാറ്റമാണ് ഞാൻ പറയുന്നത്. അവൻ യേശു രക്ഷകനാണെന്ന് പറഞ്ഞു. കൊന്നു കളയുക എന്നുള്ളതാ ശിക്ഷ. ജീവൻ അവശേഷിക്കാൻ പാടില്ല ക്രിസ്ത്യാനികൾക്ക്. അതായിരുന്നു അന്ന് നൽകിയിരുന്ന ശിക്ഷ. 13 വയസ്സുള്ള ഇവനെ പിടിച്ച് വറചട്ടിയിലോട്ടങ്ങ് ഇട്ടു.
നന്നായിട്ട് ചുട്ടുപഴുത്ത ആ നല്ല ചട്ടിയിലേക്ക് അങ്ങിട്ടു, അല്ലെങ്കിൽ ആ തവയിലേക്ക് അങ്ങിട്ടു. ദേഹം മുഴുവൻ വെന്ത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അടുത്ത് നിൽക്കുന്ന ആളുകളോട്, ഒരക്ഷരം മിണ്ടിയില്ല, പരാതിയായിട്ട് ഒന്ന് ഞരങ്ങുക പോലും ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ 13 വയസ്സുള്ള പയ്യൻ പറഞ്ഞു, ഇനി തിരിച്ചിട്, ഇവിടെ വെന്ത് കഴിഞ്ഞെന്ന്. എവിടെ നിന്ന് കിട്ടി മക്കളെ ഈ തൻ്റെ ഇടം? ഒരു മുള്ളുകൊണ്ട ആ എന്ന് വിളിക്കുന്നവന് നമ്മൾ. ശരീരത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ വെന്തു തീർന്നിട്ടും അവിടെ പരാതിയില്ലാതെ, ഞരക്കങ്ങളില്ലാതെ അത് സഹിക്കാൻ അവന് സാധിച്ചെങ്കിൽ ആ ബലം ആര് കൊടുത്തതാ? അത് ഈശോ കൊടുത്ത ബലവാ. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ മക്കളെ. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ പുറകെ അവന്റെ നാമത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന ഒരുത്തനും, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇറങ്ങിത്തിരിക്കുന്ന ഏതൊരുവനും ആ ശക്തി കൊണ്ട് നിറഞ്ഞ് അവന് അത്ഭുതമായിട്ട് മാറും. മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിതങ്ങൾ അത്ഭുതങ്ങളായിട്ട് മാറും. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിൽക്കുന്ന ഒരു വലിയ അത്ഭുതമാണ്. കർത്താവിന്റെ പുറകെ ഇറങ്ങിത്തിരിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഏതെങ്കിലുമൊക്കെ വലിയ ഒരു സമൂഹത്തിന് മുഴുവൻ തലവേദനയായിട്ട് മാറാൻ സകല സാധ്യത ഉണ്ടായിരുന്ന ഒരുത്തനാണ് ഞാൻ. പക്ഷെ കർത്താവിനെ കൈപിടിച്ചുയർത്തിയത് കൊണ്ട് ഇന്ന് ഈ ഉടുപ്പ് ഇട്ടുകൊണ്ട് ഇവിടെ നിൽക്കുന്നു. കർത്താവിന് വേണ്ടി ആ പരിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് അവനെന്നെ യോഗ്യനാക്കിയിരിക്കുന്നു. മക്കളെ, ഓരോ മനുഷ്യരും ഓരോ അത്ഭുതങ്ങളാണ്. കർത്താവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് അത്ഭുതങ്ങളുടെ ഘോഷയാത്രയാവുള്ളത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഏത് രോഗിയെ കണ്ടാലും എനിക്കൊരു ആവേശമാണ് ഈശോയുടെ പേരിൽ പ്രാർത്ഥിക്കാനായിട്ട്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് അവർ സുഖമായിട്ട് പോകുന്നത്. അതിലൊക്കെ ഒരാൾ വേദനിച്ച് കഴിയുമ്പോൾ എൻ്റെ വേദനയാത്. മക്കളെ, മാമോദീസ വെള്ളം തലയിൽ വീണ ഏതൊരുവനും ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ സുവിശേഷ പ്രഘോഷകനായിട്ട് മാറിക്കഴിഞ്ഞു. സഭയിൽ ആരൊക്കെ ചേർക്കപ്പെടുന്നുവോ അവരൊക്കെ സുവിശേഷ പ്രഘോഷകരായിട്ട് മാറിക്കഴിഞ്ഞു. അനുഭവിച്ച ക്രിസ്തുവിൻ്റെ സ്നേഹം പറയാൻ കടപ്പെട്ടവരായിട്ട് മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, സുവിശേഷം പ്രസംഗിക്കുന്നതിൽ എനിക്ക് അഹങ്കാരത്തിന് വകയില്ല, കാരണം അതെൻ്റെ കടമയാണ്. ഒരു പത്രോസിനെയോ ഒരു പൗലോസിനെയോ മാത്രം ഏൽപ്പിച്ച കടമയല്ല മക്കളെ സുവിശേഷ പ്രഘോഷണം എന്നത്. മറിച്ച് മാനവകുലത്തിൽ ആരൊക്കെ ക്രിസ്തുവിൻ്റെ സ്നേഹം അറിഞ്ഞിട്ടുണ്ടോ അവർക്കൊക്കെ ഏൽപ്പിക്കപ്പെട്ട ചുമതലയാണ് ആ സ്നേഹം പകർന്നു കൊടുക്കുക എന്നുള്ളത്. ആ സ്നേഹം പകർന്നു കൊടുത്തില്ലെങ്കിൽ അത് ആഡംബരമായി മാറും, അത് അപരൻ്റെ ദാരിദ്ര്യമായി മാറും. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മക്കളെ ദാരിദ്ര്യമുള്ളത്, സ്നേഹത്തിൻ്റെ കാര്യത്തിലാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ ദാരിദ്ര്യമുള്ളത്. സ്നേഹിക്കാൻ ആരുമില്ലെന്നുള്ള പരാതി. കുടുംബജീവിതത്തിൽ നിങ്ങൾ പ്രവേശിച്ചു കഴിയുമ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയും എന്നെ സ്നേഹിക്കാൻ, ഭർത്താവ് ഭാര്യയോട് പറയും എന്നെ സ്നേഹിക്കാൻ. രണ്ടുപേരും സ്നേഹിക്കപ്പെടാതെ ഈ ദാരിദ്ര്യത്തിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. മറിച്ച് ഇവിടെ സ്നേഹത്തിൻ്റെ നിറകുടമായ തമ്പുരാന്റെ അടുത്ത് പോയി ആ സ്നേഹം സ്വീകരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ, നിങ്ങളിൽ നിന്ന് സ്നേഹം ഒഴുകിക്കഴിയുമ്പോൾ, ആ സ്നേഹത്തിൻ്റെ പ്രവാചകരായി മാറിക്കഴിയുമ്പോൾ നിങ്ങളൊക്കെ ആനന്ദത്താൽ തുള്ളിച്ചാടും. സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്നാ യോഹന്നാനെ കുറിച്ച് പറയുന്നത്. യോഹന്നാൻ എന്ന് പറയുന്ന മനുഷ്യൻ ആരാരെന്നറിയാവോ? നമ്മളെക്കാളൊക്കെ കഷ്ടമായിരുന്നു. സത്യം പറഞ്ഞത് വായിച്ചാൽ മനസ്സിലാകും. ബൈബിളിൽ ഒരു പ്രാവശ്യം സമരിയായിലൂടെ ഇവർ നടന്നു പോയപ്പോൾ ഈശോയെ സ്വീകരിച്ചില്ല സമരിയാക്കാർ. കാരണം യഹൂദരും സമരിയാക്കാരും ഒരു ബന്ധവും ഇല്ലായിരുന്നു. അവർ ആ പരസ്പരം ശത്രുതയിൽ കഴിഞ്ഞവരാ. അങ്ങനെ സ്വീകരിക്കാതിരുന്നപ്പോഴത്തേക്കിന് യാക്കോബും യോഹന്നാനും അമ്മാരുടെ പേര് തന്നെ ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാരെന്നാ. ഈശോയുടെ എന്ന് ചോദിച്ചു, ഞങ്ങൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ ദഹിപ്പിക്കപ്പെടാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. എങ്ങനെയുണ്ട് കക്ഷികൾ? യോഹന്നാൻ ഉറപ്പുണ്ടായിട്ടാ പ്രാർത്ഥിച്ച അപ്പോൾ അവിടെ കത്തും. ഉറപ്പാ അവർക്ക്. ഈശോയോട് പറഞ്ഞില്ല അങ്ങനെ പ്രാർത്ഥിക്കാൻ, ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ സ്വർഗത്തിൽ അഗ്നി ഇറങ്ങി ഇവരെ ദഹിപ്പിക്കാൻ. വിശ്വാസം ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. ഈശോ വേണ്ടെന്ന് പറഞ്ഞു. ഈ യോഹന്നാൻ ഈശോയുടെ മാറിൽ ചാരിക്കിടന്ന് പെസഹ ദിവസം സ്നേഹമൊക്കെ അനുഭവിച്ചിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞ ആ ലേഖനത്തിൽ മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? സ്നേഹം 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 സ്നേഹം. വേറൊന്നും പറയാനില്ലായിരുന്നു ആശാന്. കാരണം മക്കളെ, പരിശുദ്ധാത്മാവ് എന്നുള്ളത് പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമാണെന്ന് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത്. ത്രിത്വത്തില് പരിശുദ്ധാത്മാവിൻ്റെ ജോലി അതാ. പരിശുദ്ധാത്മാവ് സ്നേഹമാ ത്രിത്വത്തില്. ആ സ്നേഹം വന്നു കഴിയുമ്പോൾ എല്ലാം സ്നേഹത്താൽ നിറയുന്ന സുന്ദരമായ അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരാതി ഒരിക്കലും തീരുകയില്ലെങ്കിൽ, സ്നേഹിക്കപ്പെടുന്നില്ല എന്നുള്ള പരാതി തീരില്ല മക്കളെ. മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും നമ്മുടെ അധരങ്ങൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും, ആരും എന്നെ പരിഗണിച്ചില്ല, ആരും എന്നെ സ്നേഹിച്ചില്ല എന്ന്.
ഇവിടെ ഞാനത് പരാതി പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം യേശുവിൻ്റെയും പിതാവിൻ്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവിനെ അതിൻ്റെ പൂർണ്ണതയിൽ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല എന്നുള്ളതാ. അല്ലെങ്കിൽ മക്കളെ, ഈ ലോകത്തിൽ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാരിദ്ര്യം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നീ ഞാനും അനുഭവിച്ച സ്നേഹം പിടിച്ചു വെച്ച് ആഡംബരപൂർവ്വം ജീവിക്കുന്നത് കൊണ്ടാ. അതുകൊണ്ട് ഓരോ കത്തോലിക്കനും ഓരോ ക്രിസ്ത്യാനിയും ഈ സ്നേഹം പങ്കുവയ്ക്കാൻ വിളിക്കപ്പെട്ടിരിക്കുക. നിന്റെയൊക്കെ തോളയിൽ കൈയിട്ട് നടക്കുന്ന നിന്റെയൊക്കെ കൂട്ടുകാരൻ്റെ ഹൃദയത്തിൻ്റെ വിങ്ങല നിനക്കൊന്നും അറിയാനായിട്ട് പറ്റിയില്ലെങ്കിൽ, അവനൊക്കെ ഈശോയെ ജീവിതത്തിൽ പങ്കുവെച്ച് കൊടുക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ, മക്കളെ, നമ്മുടെയൊക്കെ ജീവിതം വെറും വ്യർത്ഥമായിട്ട് ഈ ലോകത്തിൽ അവശേഷിച്ചു പോവുകയാണ് ചെയ്യുന്നത്. എന്നെയൊക്കെ സ്നേഹിക്കാനും പ്രേമിക്കാനും സ്നേഹബന്ധത്തിൽ ഏർപ്പെടാനും വരുന്ന എൻ്റെ എതിർലിംഗത്തിലുള്ള ആളുകൾ അവർ ആവശ്യപ്പെടുന്നത് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ യേശു സ്നേഹം അവർക്ക് പങ്കുവെച്ച് കൊടുത്തില്ലെങ്കിൽ, മക്കളെ, അവരുടെയൊക്കെ ജീവിതങ്ങൾ വൃഥാവിലായതിൻ്റെ ചോദ്യം എന്നോടാണ് വരുന്നത്. അതുകൊണ്ട് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം ഇപ്രകാരം രേഖപ്പെടുത്തുന്നത്, മനുഷ്യപുത്ര, ഇതാ ഇസ്രായേൽ ജനത്തിന്റെ കാവൽക്കാരനായി നിന്നെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു. എന്നിട്ട് വലിയൊരു ദൗത്യം ഏൽപ്പിക്കുന്നത്, വലിയൊരു ദൗത്യം പിന്നെ അവിടെ ഏൽപ്പിക്കുന്നത്, നീ പോയി ദുഷ്ടനോട് ദുഷ്ട എന്ന് പറയണം. ഞാൻ പറയുമ്പോ നീ അത് അവനോട് പറയുകയും അവൻ മനസ്സ് മാറുകയും ചെയ്താൽ അവൻ രക്ഷപ്പെടും, നീ അനുഗ്രഹിക്കപ്പെടും. എന്നാൽ നീ അവനോട് അവൻ്റെ ചെയ്തികളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ട് അവൻ മാനസാന്തരപ്പെടാതിരുന്നാൽ, അവനവൻ്റെ തെറ്റുകളിൽ നിന്ന് പിന്മാറാതിരുന്നാൽ നീ നിന്റെ ജീവനെ രക്ഷിക്കും. പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് നമ്മുടെയൊക്കെ കടമ. ഇവിടെ വന്നിരുന്ന് വചനം കേൾക്കാൻ പിതാവായ ദൈവം അവൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുക്കി വെച്ച പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നിരുന്ന് വചനം കേൾക്കാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ടാക്കിയെങ്കിൽ, മക്കളെ, നിങ്ങളെ ഇതാ ഒരു പുതിയ ഉത്തരവാദിത്വം തന്നെ അവൻ ഏൽപ്പിക്കുന്നത്. അനുഭവിച്ച സ്നേഹം പകർന്നു കൊടുക്കുക, വിളിച്ച് പറയുക കർത്താവാണ് രക്ഷകനെന്ന്. അവിടെ മാത്രമേ മോചനമുള്ളൂ എന്ന് പറയുക. സ്വർഗമുണ്ട് മക്കളെ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അത് ഈ അച്ഛൻ്റെ അനുഭവത്തിൽ നിന്ന് അച്ഛൻ പറയണത്, അച്ഛൻ്റെ വിശ്വാസം അത്. അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വന്ന ഒരാളത് പറയത്തില്ലായിരുന്നു. സ്വർഗത്തിൽ നിന്ന് വന്ന ഒരാളെ ഉള്ളത് ആരാ? ഈശോ മിശിഹ. അവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോവാ, പിന്നെയും എന്തിനാ? സ്ഥലം ഒരുക്കാൻ പോവാ, വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ജീവിക്കുന്നവര്, അങ്ങനെ വിശ്വസിക്കുന്നവര് സന്തോഷത്തോടെ ഈ ജീവിതം ജീവിച്ചു തീർക്കും. ഒരു ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. 98 ടെക്നോ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എമ്മാവൂസ്, എറണാകുളത്ത് എമ്മാവൂസിൽ വെച്ച് പോളിടെക്നിക്കിൽ പഠിച്ച പിള്ളേർക്ക് വേണ്ടിയിട്ട് നടത്താനായിട്ട് അന്ന് അറേഞ്ച് ചെയ്തായിരുന്നു. എന്നിട്ട് അതിൻ്റെ മൊബിലൈസേഷന് വേണ്ടിയിട്ട് ഞാൻ തിരുവനന്തപുരത്ത് ഒരു പ്രെയർ ഗ്രൂപ്പിൽ പോയി അതിനെക്കുറിച്ച് പറയാനായിട്ട് ചെന്നു. പ്രെയർ ഗ്രൂപ്പൊക്കെ കഴിഞ്ഞ് അവിടെ തിരുവനന്തപുരത്ത് തന്നെ ഒരു പാളയം പള്ളിയുടെ തൊട്ടടുത്തൊരു മലങ്കര പള്ളിയുണ്ട്. പള്ളിയിൽ ഒരു സൈഡിൽ ഇരുന്ന് യുവജനങ്ങളെല്ലാം കൂടെ ജീസസ് യൂത്ത് എല്ലാം കൂടെ പ്രാർത്ഥിച്ചു. അതിനുശേഷം പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു, കുറച്ച് കാര്യങ്ങളൊക്കെ ഇതുപോലെ പറഞ്ഞു, നമ്മളതിന് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ പോരാനായിട്ട് ഇങ്ങോട്ട് എഴുന്നേറ്റപ്പോൾ ഒരൊറ്റ കരച്ചിൽ കേട്ടു. പറഞ്ഞു, ഒരൊറ്റ കരച്ചിൽ അങ്ങ് തുടങ്ങിയിട്ട് ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയി. ഒരു പെങ്കൊച്ച് വലിയവായി കരയുക, ഒരു പെങ്കൊച്ച് ഭയങ്കരമായിട്ട് കരയുക, നിർത്താതെ കരയുക. ഞങ്ങളെല്ലാവരും ആശ്വസിപ്പിക്കാൻ നോക്കി, ഞങ്ങളുടെ കൂടെയുള്ള പെൺകുട്ടികളെ ആശ്വസിപ്പിക്കാൻ നോക്കി. ഞങ്ങളെല്ലാവരും പറഞ്ഞു, മോളെ കാര്യം എന്നാ നീ പറ, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഇവള് ഈ സാധനമില്ല, എന്നാ അതിൻ്റെ പേര്, ഷോളെടുത്ത് മറച്ചു പിടിച്ചിട്ട് ഒരു കരഞ്ഞുകൊണ്ടേ ഇരിക്കുക, ഒരക്ഷരം മിണ്ടുന്നില്ല. എൻ്റെ തെറ്റാന്ന് പറഞ്ഞാൽ കരയുന്നേ. എൻ്റെ ദൈവം, ഞങ്ങളോർത്ത് ഈ കൊച്ചെന്തോ വലിയ പാതകം ചെയ്തു, ഇപ്പം സംഭവം എല്ലാം കൊള്ളാം. ഞങ്ങൾക്ക് ആ പടം ടെൻഷനായി, ഞങ്ങളും പോകുന്നില്ല. കുറേ നേരം ഈ കൊച്ചു കരഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ ചോദിച്ചു, മോളെ എന്താ പറ്റിയേ? ഞാൻ കാരണം 3 പേരെ മരിച്ചേ. ദൈവം തമ്പുരാനെ, ഞങ്ങളുടെ കൈയും കാലും എല്ലാം തളർന്നുപോയി. ഈ കൊച്ചു 3 പേരെ കൊന്നിട്ടാ വന്നേക്കണേ. നിങ്ങൾ ചിരിച്ചൊന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്ത് ചെയ്യൂ ഇതിനെ കൊണ്ട്? മോളെ എന്നെ പറ്റിയേ. കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ എൻ്റെ ക്യാമ്പസിൽ 3 പേരെ ആത്മഹത്യ ചെയ്തത്. ഞാൻ അവരോട് ഈശോയെക്കുറിച്ച് പറഞ്ഞെങ്കിൽ അവരൊരിക്കലും അത് ചെയ്യത്തില്ലായിരുന്നു. മക്കളെ, അവളുടെ കരച്ചിലിന് അർത്ഥം ഉണ്ടായെന്ന് എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അങ്ങനെ ഒരു വേദന ഉണ്ടായിട്ടില്ല. ഒത്തിരി പേരെൻ്റെ ചുറ്റുപാടുകളിൽ മരിക്കുന്നുണ്ട്, ഒത്തിരി പേര് മദ്യപിക്കുന്നുണ്ട്.
ഒത്തിരി പേര് മയക്കുമരുന്നിന് അടിമകളാവുന്നുണ്ട്. അവരുടെയൊക്കെ ജീവിതങ്ങൾ ഇല്ലാതായി പോവുകയാണ്. സ്നേഹവും സമാധാനവും സന്തോഷവും ഇല്ലാതെ തകർന്ന് തരിപ്പണമായി പോകുന്ന ജീവിതങ്ങൾ എൻ്റെ കൺമുമ്പിൽ കണ്ടിട്ട് ഒരു തുള്ളി കണ്ണീർ അതിനു വേണ്ടി ചിന്താൻ ഈ ദുർഭകനായ മനുഷ്യന് പറ്റിയിരുന്നില്ല അന്ന് വരെ. അവളുടെ കൂടെ ഞാനും കരഞ്ഞു. അതിനുശേഷം അത് ഒരിക്കലും ആ വേദനയോർത്തല്ല, ഞാൻ വരുത്തിയ കൃത്യവിലോപത്തെ ഓർത്ത്, ഞാൻ പറയാതിരുന്ന യേശുവിൻ്റെ സ്നേഹത്തെ ഓർത്ത്, നശിച്ചു പോയിക്കൊണ്ടിരുന്ന ആത്മാക്കളുടെ വേദനയോർത്ത്. പ്രിയപ്പെട്ട മക്കളെ, ആ മനുഷ്യൻ ആ കുരിശെ കടന്നുകൊണ്ട് പറഞ്ഞൊരു വാക്യമുണ്ട്, എനിക്ക് ദാഹിക്കുന്നു. നുറുങ്ങുന്ന വേദനയിലും ഈശോയ്ക്ക് ദാഹം ആത്മാക്കൾക്ക് വേണ്ടിയായിരുന്നു. അല്ലെങ്കിൽ അവിടുന്ന് ആ ചുരുക്ക കലർത്തിയ വീഞ്ഞൊക്കെ സ്വീകരിക്കുമായിരുന്നു, ആ വിനാഗിരിയൊക്കെ കുടിക്കുമായിരുന്നു. അതൊന്നും അവിടുന്ന് കുടിച്ചില്ല. കാരണം ആ കുരിശെ കടന്നുകൊണ്ട് നഷ്ടപ്പെടുന്ന ആത്മാക്കളെ ഓർത്ത് അവിടുന്ന് വേദനിച്ച മക്കളെ, അതുപോലെയുള്ള ആത്മാക്കളെ നേടുവാനായിട്ട്, അവരെ സ്വന്തമാക്കുവാനായിട്ട് ഞാനും നീയും ഇല്ലെങ്കിൽ മറ്റാരും ഉണ്ടാവില്ല. പക്ഷെ മക്കളെ, അതുപോലെ നഷ്ടമായ ജീവിതങ്ങൾക്ക് വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിയുമെങ്കിലും ചെയ്യാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ, ഒന്ന് തമ്പുരാന്റെ മുമ്പിൽ കൈകൾ ഉയർത്തി കർത്താവേ അവരുടെ മേൽ കരുണയായിരിക്കണമേ, അവരെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനെങ്കിലും എനിക്ക് പറ്റിയില്ലെങ്കിൽ, മക്കളെ, എവിടെയാണ് നമ്മുടെ ക്രിസ്ത്യാനിയുടെ വിളി എന്ന് പറയുന്നത്? എവിടെയൊക്കെയാണ് നമ്മുടെ ദൗത്യത്തിൻ്റെ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്? നമ്മൾ അനുഭവിച്ച സ്നേഹത്തിനൊക്കെ എന്ത് വിലയാണ് എൻ്റെ മക്കളെ ഉള്ളത്? അതുകൊണ്ട് ഇന്നു മുതൽ എൻ്റെ സഹോദരൻ്റെ വേദന എൻ്റേതായില്ലെങ്കിൽ അതെൻ്റെ ആഡംബരമായിട്ട് മാറും. എൻ്റെ ആഡംബരം അവരെൻ്റെ ദാരിദ്ര്യമായിട്ട് മാറുന്നത് അങ്ങനെയാണ്. അതേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുവേണ്ടി നമ്മളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ ക്യാമ്പസുകളിൽ മയക്കുമരുന്നിന് അടിമകളായി എത്ര കുട്ടികളുണ്ട്, പോണോഗ്രാഫിക്ക് അടിമകളായ എത്ര കുട്ടികളുണ്ട്, ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമകളായ എത്ര കുട്ടികളുണ്ട്, മദ്യത്തിന് അടിമകളായ എത്രയോ മക്കളുണ്ട്. ഒരാളെയെങ്കിലും ഈശോയുടേതായിട്ട് സ്വന്തമാക്കുവാൻ നമുക്കൊക്കെ പറ്റിയോ? ആദ്യം നമ്മൾ പുറത്തു വരണം. നമ്മൾ പുറത്തു വന്നെങ്കിൽ അവനെയൊക്കെ ഈശോയ്ക്ക് വേണ്ടി നേടാനായിട്ട് നമുക്ക് പറ്റും മക്കളെ. കാരണം ആത്മാഭിഷേകത്തോടെയാണ് നമ്മളെ ഈശോ പറഞ്ഞു വിടുന്നത്. പോയി കീഴടക്കിക്കൊണ്ടുവരാനാണ് ഈശോ പറയുന്നത്. ഇല്ലെങ്കിൽ അന്ത്യവിധി എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് ചോദിക്കും, കായനോട് ചോദിച്ചതുപോലെ, കായൻ കായൻ നിന്റെ സഹോദരൻ ആബേൽ എവിടെയെന്ന്. ഉത്തരവാദിത്വത്തോടെ ഉത്തരം പറയേണ്ടി വരും. നമ്മൾ എന്തു പറയും? നമ്മൾ നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി. അമ്മയുടെ ഉദരത്തിൽ കുരുതി കഴിക്കപ്പെടുന്ന അനേകായിരം കുഞ്ഞുങ്ങളുടെ പേരിൽ എന്ത് ഉത്തരവാദിത്വം പറയും നമ്മൾ മക്കളെ? ഒരു നന്മ നിറഞ്ഞു മറിയുമെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റിയോ? പട്ടിണി മരണങ്ങൾ ഇന്നും നമ്മുടെ രാജ്യത്ത് നടമാടുന്നെന്ന് 100% ഉറപ്പുള്ള വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ അപ്പനെയും അമ്മയും കേരളത്തിൽ ഇട്ടിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് ഞാൻ പോയിരിക്കുന്നത്. എന്നെ കൊണ്ട് എന്നെ ആവുന്ന ഇത്തിരിയെങ്കിലും ചെയ്യാൻ. അണ്ണാൻ കുഞ്ഞും തന്നാലായത് പറഞ്ഞ പോലെ മക്കളെ, അനേകായിരങ്ങളാ വിദ്യാഭ്യാസമില്ലാതെ, ഭക്ഷണമില്ലാതെ, ജീവിതത്തിന് സുരക്ഷയില്ലാതെ, സാമൂഹികമായി കെട്ടുപാടുകളിലും അടിമത്തങ്ങളിലും കഴിയുന്നത്. ഇപ്പോഴും അടിമ വ്യവസ്ഥ നിലനിൽക്കുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഉണ്ട്. ഒരു നേരത്തെ ഭക്ഷണം മാത്രം കൊടുത്തോണ്ട് കരിങ്കൽ ക്വാറികളിലും മാർബിൾ ക്വാറികളിലും പണിയെടുക്കുന്ന അനേകായിരങ്ങളുണ്ട് മക്കളെ, അനേകായിരങ്ങളാ. സാധിക്കുമെങ്കിൽ ഒന്ന് നടന്ന് യാത്ര ചെയ്ത് നോക്കി, ഇന്ത്യ മുഴുവൻ കാണാം അസമത്വങ്ങൾ. കേരളം എന്ന് പറയുന്നതും ഈ നാടും എന്നൊക്കെ പറയുന്നത് സ്വർഗം തന്നെയാണ്. ഉത്തരവാദിത്വം അവരെയൊക്കെ നേടിയെടുക്കേണ്ടത്. ക്രിസ്തു ഇല്ലാത്ത എല്ലാ ജീവിതവും കൈപ്പേറിയതായിട്ട് മാറും. ഞാൻ ഒരിക്കൽ പറഞ്ഞത് ആ വാക്യം, ഖലീൽ ജംറാന്റെ ആ വാക്യം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അവനില്ലാത്ത ജീവിതം മരണത്തെക്കാൾ കൈപ്പേറിയതാണെന്ന്. അതുകൊണ്ട് അങ്ങനെയുള്ള ജീവിതങ്ങളെ കണ്ട അവനെക്കുറിച്ച് പറയാതെ പോകാൻ എനിക്ക് പറ്റുകയില്ല മക്കളെ. അതുകൊണ്ടാണ് ഇവിടെ വന്ന് നീ അച്ഛൻ ഇതെല്ലാം പറയുന്നത്. അതുകൊണ്ട് മക്കളെ, നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈശോയെക്കുറിച്ച് പറയുന്നത്. അത് നമ്മുടെ ഔദാര്യമല്ല. അത് പറഞ്ഞില്ലെങ്കിൽ അവൻ ചോദിക്കും. അത് പറഞ്ഞില്ലെങ്കിൽ അവൻ ചോദിക്കും. ഇനി അതേ ദിവസമൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ എല്ലാ കാലത്തേക്കും ജീവിച്ചിരിക്കുമെന്ന്? ഞാൻ ചുമ്മാ ഒന്ന് കണക്ക് പോയിട്ടിട്ട് എനിക്കിനി 17,000 ദിവസം കൂടെ ഉള്ളൂ. കളി പറഞ്ഞതല്ല. 1 മാസം 30 ദിവസം കൊണ്ട് പോകും. 1 മാസം ഞങ്ങൾ പോകും. ശരിയല്ലേ പറഞ്ഞേ? ഈ നവംബർ തുടങ്ങിയത് ഓർമ്മ ഉണ്ടാവുള്ളൂ, അവസാനിക്കുന്നതേ ഓർമ്മ കാണുകയുള്ളൂ. ഒക്ടോബർ തുടങ്ങിയിട്ട് എങ്ങനെയാ പോയേ? 12 മാസം, 1 വർഷം എന്ന് പറഞ്ഞാൽ 12 മാസം അങ്ങോട്ട് കൊണ്ടുപോകും. ഇതിങ്ങനെ അങ്ങ് പോകും കേട്ടോ. ഞാൻ സെമിനാറിൽ ചേർന്ന് ഓർമ്മയുള്ളൂ. പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് പട്ടത്തിന് കുറിയടിച്ചപ്പോഴാണ്. ഞാൻ ഓർത്തു ദൈവമേ 13 വർഷമൊക്കെ എങ്ങനെ പോകും?
വലിയ താമസമൊന്നും വന്നില്ല. എൻ്റെ ഓർമ്മ പട്ടത്തിൻ്റെ തലേ രാത്രി ഞാൻ ഓർക്കുമായിരുന്നു, ദൈവമേ ഞാൻ സെമിനാരിൽ ചേർന്ന കാര്യങ്ങളൊക്കെ ഇന്നലെ പോലെ എനിക്ക് തോന്നിയേക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ ചേട്ടന്മാരും ചേച്ചിമാരും അല്ല അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ പറയുന്നത്, 60 വയസ്സായവർ പറയുന്നത് എന്നാ, ഓ പാവം ചെറുപ്പത്തിലേ മരിച്ചു, 55 വയസ്സേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ ഓർത്തിട്ടുണ്ട് 55 വയസ്സ് ചെറുപ്പമാണെന്ന് പറഞ്ഞു. ഞാൻ കളിയാക്കി ചിരിച്ചിട്ടുണ്ട്. ഇപ്പം എന്നോട് പറയാം, ഒരാൾ പറയാം 35ാമത്തെ വയസ്സേ മരിച്ചു, ചെറുപ്പമായിരുന്നു പറഞ്ഞാൽ ഞാനും പറയും ശരിയാന്ന്. കാരണം 35 കഴിഞ്ഞു, ഏതാണ്ട് പകുതി കഴിഞ്ഞു. എന്നാ നേടി? ഇങ്ങനെ കാണിക്കേണ്ടി വരും. ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുക, അത് കുറഞ്ഞ സമയമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് ഓടണം, മാക്സിമം ഓടണം. ഇരിക്കാനും നിൽക്കാനും സമയമില്ല. അത്രയും ആത്മാക്കളെക്കുറിച്ച് പറയാമല്ലോ, അല്ലെ അത് അത്രയും ആത്മാക്കളോട് ഈശോയെക്കുറിച്ച് പറയാമല്ലോ. ഈശോ സ്നേഹമെന്ന് പറയാമല്ലോ, ഈശോ സ്നേഹിക്കുന്നവനാന്ന് പറയാമല്ലോ, പരിശുദ്ധാത്മാവ് സഹായിക്കുന്നവനാന്ന് പറയാമല്ലോ. ഇല്ല, അവരുടെയൊക്കെ ജീവിതങ്ങളിൽ ഈ സ്നേഹത്തിൻ്റെ ദാരിദ്ര്യത്തിൽപ്പെട്ട് അലഞ്ഞില്ലാതായി പോകും മക്കളെ.